സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണിനെ കൊല്ലാനായിട്ട് ബെഞ്ചമിൻ തോക്കും ചൂണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിയ സൂര്യ ഒരു വടിയെടുത്ത് ബെഞ്ചമിൻ്റെ തോക്കിന് നേരെ എറിയുവാണ് കേട്ടോ. അങ്ങനെ തോക്ക് തെറിച്ച് കൈവേദനയെടുത്ത് ബെഞ്ചമിൻ തിരിഞ്ഞു നോക്കുവാണ്. അങ്ങനെ എല്ലാവരും ആരാന്നറിയാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് സൂര്യ വരുന്നത്. ഈ സമയം ബാക്കിൽ നിന്ന് വരുണും ചാടി വീണ് ബെഞ്ചമിനെ അടിച്ചു വീഴ്ത്തുവാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ബാക്കിയുള്ള ഗുണ്ടകളെയും ബെഞ്ചമിനെയും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് തന്നെ അടിച്ചൊതുക്കുന്നുണ്ട്. വരുണും സൂര്യയും ദുർഗയും കിരണും ഒക്കെ മാറി മാറി ബെഞ്ചമിനെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കുവാണ്. എല്ലാവരും കൂടി ബെഞ്ചമിനെ ചവിട്ടിക്കൂട്ടി അവശനാക്കുവാണ് കേട്ടോ. ബെഞ്ചമിനെ മാത്രമല്ല അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള എല്ലാവരെയും അടിച്ചൊതുക്കി ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുവാണ്. ഈ സമയം ദുർഗ പറയണേ, അഖിൽ ഇവന്മാരുടെ പേരിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഒരു കാരണവശാലും ഒറ്റൊരുത്തം പോലും രക്ഷപ്പെടാൻ പാടില്ല. ഞങ്ങളിവിടേക്കൊന്ന് ചുറ്റും നോക്കിയിട്ട് വരാം. ഉടനെ തന്നെ പോലീസുകാർ വന്ന് ഇവന്മാരെ കൂട്ടിക്കൊണ്ട് പോക്കോളും. അങ്ങനെ പറഞ്ഞ ദുർഗയും കിരണും അതുപോലെ വരുണും സൂര്യയൊക്കെ അവിടെയുള്ള ഓരോ റൂമിലായിട്ട് ശ്യാമിനെ അമൃതേനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ കുറേ റൂം കയറി ഇറങ്ങുമ്പോഴേക്കും ഒരു റൂമിൽ നിന്ന് അമൃതയെ കിട്ടുവാണ് കേട്ടോ. അമൃത മാഡം കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? വരുൺ മാഡം, ശ്യാമ മാഡം എവിടെ? ശ്യാമ അപ്പുറത്തേതൊരു റൂമിലാണ്. അങ്ങനെ അവർ അമൃതേനെയും കൂട്ടിയിട്ട് ശ്യാമയായിട്ടുള്ള റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഓരോ റൂം കയറി ഇറങ്ങി ഒരു റൂമിൽ ഇരുട്ടത്ത് മുഖമൊക്കെ മറച്ച നിലയിൽ ഒരു സ്ത്രീനെ എടുത്തിരിക്കുന്നത് കാണിക്കുവാണ്. അങ്ങനെ ദുർഗ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്ന ആ മുഖംമൂടിയൊക്കെ മാറ്റി നോക്കുക. അത് ശ്യാമയുടെ ഇരിക്കും. അങ്ങനെ ദുർഗ ശ്യാമനെ വിളിച്ചെണീപ്പിക്കുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ ബോധം പറഞ്ഞ് കിടക്കുമായിരിക്കും. അങ്ങനെ ദുർഗ വിളിക്കുന്നതും ശ്യാമ കണ്ണു തുറക്കുവാണ്. അവിടെ വരുണിനെ കാണുന്നതും ശ്യാമ ടെൻഷനാകുക. മോനെ വരുൺ, ഇവിടെ ആ ബെഞ്ചമിനും കൂട്ടാളികളും ഒക്കെ ഉണ്ട്. മോനോട് നിന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവർ മോനെ ഉപദ്രവിക്കും. വേഗം പൊക്കോ. അന്നേരം വരുൺ വരണേ, ശ്യാമ മാഡം ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആമാരെല്ലാവരെയും അവിടെ പൂട്ടിയിരിക്കുവാണ്. അവനെ അവൻ്റെ കൂട്ടാളികളെയും തല്ലി ഒതുക്കി വെച്ചിരിക്കുക. ഇനി അമ്മമാരുടെ ശല്യം നമുക്കുണ്ടാവില്ല മാഡം. ഈ സമയം അത് കേൾക്കുമ്പോഴാണ് ശ്യാമക്കും അമൃതക്കും ആശ്വാസമാകുന്നത്. ശ്യാമ ചോദിക്കണേ, വരുൺ എൻ്റെ മോള്. മാഡം പേടിക്കണ്ട, മാഡത്തെ തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അയാളുടെ കാത്തിരിക്കുവാണ്. പാവൻ്റെ കുട്ടി ഒരുപാട് സങ്കടപ്പെട്ട് കാണുമല്ലേ. നിങ്ങളെല്ലാം വീണ്ടും തിരിച്ച് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. മരണം മുമ്പേക്ക് ഉണ്ടാക്കിയിടുന്നത് എൻ്റെ മോളുടെ കാര്യം ഓർത്ത് മാത്രമായിരുന്നു എൻ്റെ സങ്കടം മുഴുവനും. ഞങ്ങളെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒത്തിരി പാടുപെട്ടുമല്ലേ. അല്ല, ആരാ ഇവരൊക്കെ എന്ന് വരുണിനോട് ചോദിക്കുക. അന്നേരം വരുൺ പറയണേ, ഇത് ദുർഗ, രാധികയുടെ ഒരു ഫ്രണ്ടാ. ഒത്തിരി നന്ദിയിട്ട് മോളെ, നിങ്ങളുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിപ്പോൾ ജീവനോട് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അന്നേരം ദുർഗ പറയണേ, കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ട രാധികയുടെ അമ്മയെക്കുറിച്ച് അവളെപ്പോഴും സങ്കടപ്പെടുമ്പോൾ ഞാൻ അവളെ ആശ്വസിപ്പിച്ച് കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. നാടറിയപ്പെടുന്ന ശ്യാമമ്മയോടാണ് അവളുടെ അമ്മയെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന രാധികയ്ക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു അവളുടെ അമ്മ തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഞാൻ അവൾക്ക് കൊടുത്തിരുന്ന വാക്ക് പാലിച്ചിരിക്കുവാണ്. അവളുടെ അമ്മയെ ഞാൻ അവൾക്ക് തന്നെ തിരികെ കൊടുക്കുവാണ്. മാഡം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്ത വാക്ക് പാലിച്ചതായിട്ട് അവളോടൊന്ന് പറഞ്ഞേക്കണം. അതിനെന്താ മോളെ, ഞാൻ പറയും എന്നും പറഞ്ഞ് ദുർഗേനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ഈ സമയം കിരൺ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാഡത്തിൻ്റെ വലിയൊരു ആരാധകരാണ്. കുഞ്ഞുനാൾ മുതലേ മാഡത്തിൻ്റെ പാട്ടുകൾ കേട്ട് അത് ആസ്വദിച്ച് വളർന്നു വന്നവരാ. ഞങ്ങൾ ശരിക്കും മാഡത്തിൻ്റെ വലിയൊരു ഫാൻസാണ്. ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ മാഡത്തെ കണ്ടെത്താൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും രാത്രി ഇനി യാത്ര വേണ്ട. നിങ്ങൾ ഇവിടെ തന്നെ സേഫായിട്ട് നിന്നാൽ മതി. ഇവരെല്ലാവരെയും കൊണ്ടുപോകാൻ പോലീസുകാർ ഉടനെ തന്നെ എത്തിക്കോളും. എന്നാൽ വരും മാഡം, ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ സമയം വരും ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കും ദുർഗയും കിരണോ ഒക്കെ ആരാ? എന്താ നിങ്ങളുടെ ജോലി? നിങ്ങളെ പോലീസിലോ മറ്റോ ആണോ? ഈ സമയം ദുർഗ പറയണേ, ഞങ്ങളുടെ ജോലി എന്താണെന്ന് പറയാൻ ഞങ്ങൾക്കിപ്പോൾ നിർവാഹമില്ല. ഇതുപോലെ സമൂഹത്തിൽ നല്ലത് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ രക്ഷിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതും നമ്മൾ ആരാധിക്കുന്ന ആളുകളാകുമ്പോൾ. അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് മിഷനെല്ലാം കംപ്ലീറ്റ് ആക്കി സന്തോഷത്തോടെ തിരിച്ചിറങ്ങുവാണ്. ഈ സമയം അമൃത പറയുന്നുണ്ട്, വരുൺ, ശ്യാമയെ എന്നെ അവർ പല പല സ്ഥലങ്ങളിൽ മാറ്റിയാണ് താമസിപ്പിച്ചത്. പല സ്ഥലത്തും ശ്യാമ ബോധം കിട്ടി വീണിരുന്നു. അപ്പോഴൊക്കെ ശ്യാമയുടെ ചുണ്ടുകളിൽ രാധിക എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെക്കുറിച്ചല്ലാതെ ഞാൻ എന്തോർക്കാനായിട്ടെത്തി? മരണത്തെ മുമ്പിൽ കണ്ട് ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയല്ലേ. ദൈവങ്ങൾ എൻ്റെ മോൾക്കൊപ്പം കുറച്ച് നാളുകൂടി ജീവിക്കാൻ എനിക്ക് നീട്ടിത്തന്നിരിക്കുവാണ്. എനിക്കവളെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുവാണ് കേട്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ദേവനെ യശോദേനെയാണ്. ഈ സമയം രാധിക ടെൻഷനിൽ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് എത്തുക. അച്ഛാ, വരൺ എങ്ങോട്ടെങ്കിലും പോകുന്നതായിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ മോളെ, ഞാൻ കുറേ നേരം വരൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, പക്ഷെ കോൾ എടുക്കുന്നില്ല. അല്ല, സൂര്യൻ കൂടെ ഉണ്ടായല്ലോ. മോളെ, സൂര്യയുടെ ഫോണിലേക്കൊന്ന് വിളിച്ച് നോക്ക്. ഞാനും വരൻ്റെ ഫോണിലേക്ക് വിളിക്കാം. അങ്ങനെ രണ്ടുപേരും വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല കേട്ടോ. പക്ഷേ ഏട്ടന് ഫോൺ എടുക്കുന്നില്ല. എനിക്കെന്തോ ഒരു ടെൻഷൻ ആവുന്നത് പോലെ. എനിക്ക് പ്രിയപ്പെട്ട ഓരോന്നായിട്ട് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാണല്ലോ. ഇനി വരനും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല അച്ഛാ. മോളെന്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒന്നും പറ്റില്ലെന്ന്. വരണ സൂര്യൻ കൂടി ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയതായിരിക്കും.
മോൾ സമാധാനമായിട്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വരൻ തന്നെ വിളിച്ചോളും. മോളിങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് സംസാരിച്ചാലോ? കുറച്ച് മുമ്പ് വരെ എത്ര പ്രതീക്ഷയോടെ ഇരുന്നത്, എന്നിട്ടിപ്പോൾ എന്തു പറ്റി? അത് പിന്നെ അച്ഛാ, ദുർഗ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അമ്മ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിൽ മനസ്സിലെ സന്തോഷത്തോടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പക്ഷേ സത്യം എന്താണെങ്കിലും അംഗീകരിച്ചല്ലേ പറ്റൂ. ഇനി അതുപോലൊരു നഷ്ടം താങ്ങാൻ എന്നെ കൊണ്ടാവില്ല അച്ഛാ, ഒരിക്കലും ആവില്ല എന്നും പറഞ്ഞ് രാധിക സങ്കടപ്പെടുവാണ്. ഈ സമയത്തായിരിക്കോട്ടെ രാധികയുടെ ഫോണിൽ എന്തോ ഒരു മെസ്സേജ് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് രാധിക അതെടുത്ത് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് രാധികക്ക് പോലും വിശ്വസിക്കാനാവാതെ അന്തം വിട്ട് നിൽക്കുവാണ്. മരണ സൂര്യയും ശ്യാമക്കോ അമൃതക്കോ കൊടുത്തൊരു ഫോട്ടോ, അതിൽ ശ്യാമയുടെ ഫോട്ടോ സൂം ചെയ്ത് നോക്കുവാണ്ടോ രാധിക. അച്ഛാ ഇത് കണ്ടോ, ദേ അമ്മക്കൊപ്പം എടുത്ത ഫോട്ടോ, ഇത് മുമ്പൊരിക്കലും എടുത്തതല്ല, ഇപ്പോൾ എടുത്തതാ. എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടച്ചാ, ദേ നോക്കിക്കേ. അങ്ങനെ അതുകൊണ്ട് ദേവൻ യശോദൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവരും അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി നിൽക്കുക. ഈ സമയം പെട്ടെന്ന് തന്നെ രാധിക വരുണിനെ ഫോണിൽ വിളിക്കണേ. വരുൺ, എന്തായി കാണുന്നത്? എൻ്റെ അമ്മ ജീവനോടെ ഉണ്ട് അല്ലേ വരുൺ? അതേടോ, തൻ്റെ അമ്മേനെ ഞങ്ങൾ കണ്ടെത്തി. സത്യം പറഞ്ഞാൽ ഇന്നലെ അതിനു വേണ്ടിയുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. അവസാനം കുറേ നേരത്തെ തിരിച്ചിലിനൊടുവിൽ തൻ്റെ അമ്മയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുക. സത്യം പറഞ്ഞാൽ അപ്പം തന്നെ അമ്മയും കൂട്ടി വരണമെന്നുണ്ടായിരുന്നു. പിന്നീട് രാത്രിയായില്ലേ, നേരെ ഉരുട്ടിയില്ലേ. തൻ്റെ മുമ്പിൽ എത്തിച്ചിട്ട് തന്നോട് ഈ കാര്യം നേരിൽ തന്നെ കാണിച്ച് ഞെട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതുവരെ താൻ കാത്തിരിക്കണ്ടേ? താൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്തോരമാണെന്ന് എനിക്കറിയാമല്ലോ. എടോ രാധികെ, ഞങ്ങളെ ഒരു 1-2 മണിക്കൂർ അതിനുള്ളിൽ അവിടെ ആറ്റുവാശ്ശേരിയിലെത്തും. അതുവരെ മാത്രം താൻ കാത്തിരുത്താൽ മതി. തനിക്ക് തൻ്റെ അമ്മയെ ഉടനെ തന്നെ കാണാൻ പറ്റും. ശരി വരും, വേഗം അമ്മയും കൂട്ടി വാ, ഞാനിവിടെ അമ്മയെ കാണാൻ കാത്തിരിക്കുക എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ രാധിക ഒത്തിരി സന്തോഷത്തോടെ പറയണേ. അച്ഛാ, അവർ 1-2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു വന്ന ദൈവങ്ങളും. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അച്ഛാ, സന്തോഷം കൊണ്ട് തുള്ളിച്ചടം തോന്നുവാ. അത് കിട്ടി ദൈവം പറയണേ, നിൻ്റെ മനസ്സിൽ എന്താ തോന്നുകയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ്. തുള്ളിച്ചടാൻ തോന്നിയ തുള്ളിച്ചടണം, അലറി വിളിക്കാൻ തോന്നിയ അലറി വിളിക്കണം. ഇത് നീ ആരാധിക്കുന്ന നിൻ്റെ കണ്ണൻ നിനക്ക് അറിഞ്ഞു തന്ന അനുഗ്രഹം മോള്. എന്നാലും സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രാധിക നേരെ പൂജാമുറിയിലേക്ക് ഓടുവാണ്. ഈ സമയം ദേവനും യശോദയെ പിന്നാലെ പോകുന്നുണ്ട്. രാധിക അവിടെ മുട്ടുകുത്തി നിന്ന് ഭഗവാനോട് നന്ദി പറയണേ. എൻ്റെ ഭഗവാനെ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അമ്മയെ നീ തിരികെ തന്നില്ലേ, ഇതിലും വലുതായിട്ട് എനിക്കിനി എന്താ വേണ്ട? ഇനി എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ, ഞാൻ നിന്നോട് ഒന്നും ചോദിക്കില്ല. എനിക്കെൻ്റെ അമ്മയെ തന്നല്ലോ, ഞാനെന്നും നിൻ്റെ കാൽപാദങ്ങളിൽ തന്നെയായിരിക്കും എന്നും പറഞ്ഞ് രാധിക ഭഗവാനോട് നന്ദിയൊക്കെ പറയുവാണ്. എന്നിട്ട് അച്ഛനെ അമ്മയൊക്കെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് ACP ടീമും അവിടെ വരുണിൻ്റെയും ശ്യാമയുടെയൊക്കെ അരികിലെത്തുന്നുണ്ട്. മാഡത്തെ തിരിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷവും. ഞാൻ ഇതുവരെ വെറും ഒരു കേസ് മാത്രമായിട്ടല്ല കണ്ടിരുന്നത്. മാഡത്തെക്കുറിച്ചുള്ള ഒരു തെളിവും കിട്ടാതായപ്പോൾ വല്ലാതെ സങ്കടം തോന്നിയിരുന്നു. ഇപ്പോൾ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മാഡം തിരിച്ച് ജീവനിലേക്ക് വന്നിരിക്കുന്നു. ഇത് മാഡത്തിൻ്റെ 2ാം വരവ് തന്നെയാണ്. വരുൺ സൂര്യ, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പോലീസിന് പോലും സാധിക്കാത്തൊരു കാര്യം നിങ്ങൾ നടത്തിയത്. വെരി ഗുഡ്. അന്നേരം വരുൺ പറയുന്നുണ്ട്, ഞങ്ങൾ മാത്രമല്ല ദുർഗയും കിരണും അവരുടെ ടീം നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം പിടികൂടാൻ പറ്റിയതും ശ്യാമ മാഡത്തിനും അമൃത മാഡത്തിനും ജീവനോടെ കണ്ടുപിടിക്കാൻ പറ്റിയതും. സത്യം പറഞ്ഞാൽ അവർക്ക് ശരിക്കും താങ്ക്സ് പറയേണ്ടത്. ഞങ്ങൾക്കൊരു സംശയം, ആരാ അവർ? അവരൊരിക്കലും ഒരു സാധാരണക്കാരല്ല. അവരാരാ എന്താണെന്ന് സാറിനറിയോ? ഈ സമയം ACP പറയണേ. അത് പിന്നെ ശ്യാമ മാഡത്തിൻ്റെ ആരാധകർ ഒത്തിരിയാണല്ലോ. മാഡത്തെ കാണാതായെന്ന് പറഞ്ഞപ്പോൾ ആരാധകരെല്ലാവരും വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ശ്യാമ മാഡത്തിനെ കണ്ടെത്തണമെന്നും അതിനുവേണ്ടി അവരെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തി. സത്യം പറഞ്ഞാൽ പോലീസുകാരേക്കാളും ഒരുപടി മുമ്പിലായിരുന്നു അവരുടെ അന്വേഷണം. ഈ ദുർഗയും കിരണമൊക്കെ അങ്ങനെയുള്ളൊരു കൂട്ടത്തിലുള്ളതാണ്. അവരേറ്റവും കൂടുതൽ ആരാധിക്കുന്ന മാഡത്തെ കണ്ടെത്താനായിട്ട് അവരെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്തു. പിന്നീട് ബെഞ്ചമിനെയും കൂട്ടരെയൊക്കെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അവരെ നോക്കുവാണ് ACP. ബാക്കിയുള്ളവരൊക്കെയോ? അവരെയൊക്കെ പോലീസിൻ്റെ മറ്റൊരു വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി മെയിനായിട്ടുള്ള ആൾക്കാരാണ് ഇവന്മാർ 3 പേരും ശ്യാമ മാഡത്തിനെ കടത്തിക്കൊണ്ടുപോയവർ. പിന്നെ ഇവൻ എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ. അന്നേരം ACP ബെഞ്ചമിൻ്റെ അരികിലേക്ക് പോയിട്ട് ബെഞ്ചമിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് പറയണേ, എടാ, ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് തെളിവുകൾ ഉണ്ടായിട്ടും പലതവണ നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇനി ഇത്തവണ നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ. നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? തൂക്കിയെടുത്ത് എല്ലാത്തിൻ്റെ വണ്ടിയിലേക്ക് വിട്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവന്മാരെ കാര്യം പിടിച്ച് നേരെ പോലീസ് ജീപ്പിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുവാണ്. പിന്നീട് കാറിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയും സൂര്യനെയും അതുപോലെ ശ്യാമേനെയും അമൃതേനെയൊക്കെയാണ് കാണിക്കുന്നത്. അന്നേരം വരുൺ ചോദിക്കുന്നുണ്ട്, മാഡത്തെ കണ്ടു കഴിഞ്ഞാൽ രാധിക ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? അറിയില്ല വരുൺ, അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. അവളൊത്തിരി കരയുമായിരിക്കും, എന്നെ കെട്ടിപ്പിടിക്കുമായിരിക്കും. അന്നേരം സൂര്യ പറയണേ, അതിനേക്കാളും മുമ്പൊക്കെ രാധിക ചെയ്യുന്നൊരു കാര്യമുണ്ട്. മാഡത്തിനെയും കുട്ടി നേരെ ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലും. അതേട്ട് വരുൺ പറയണേ, എക്സാക്ട്ലി ഏട്ടാ, അതായിരിക്കും അയാൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അത് ശരിയാ, അമ്മയുടെയും മോളുടെയും കാര്യത്തിൽ പണ്ട് മുതലേ ഭഗവാനൊരു പ്രത്യേക സാന്നിധ്യം ഉണ്ടല്ലോ. രണ്ടുപേരെയും ഒന്ന് ചേർത്തതും ആ ഭഗവാൻ തന്നെയല്ലേ?
ശരിയായിട്ടെത്തി പറഞ്ഞത്. വരുൺ, ഇവിടെ അടുത്ത് വല്ലയിടത്തും ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലൊന്ന് കയറി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്ന് പോകുമായിരുന്നു. മോളോട് പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ആ ക്ഷേത്രത്തിലേക്ക് വരാൻ പറയാം. ഞങ്ങൾ ഒന്നിപ്പിച്ച ഭഗവാന്റെ തിരുനട വെച്ച് തന്നെ അവളെ വീണ്ടും കണ്ടുമുട്ടുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. അന്നേരം വരുൺ പറഞ്ഞേ, അത് ശരിയാ മാഡം പറഞ്ഞത്. അല്ലേട്ടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദിയൂരിലെ ക്ഷേത്രത്തിലേക്ക് പോയാലോ? അത് കൊള്ളാട്ടാ. അതാവുമ്പോൾ ആറ്റുവേശ്ശേരിയിൽ നിന്ന് ആ ക്ഷേത്രത്തിലേക്കും നമുക്കിവിടെ നിന്ന് അങ്ങോട്ടേക്കും ഏതാണ്ട് തുല്യ ദൂരമാണ്. നമ്മളവിടെ എത്തുമ്പോഴേക്കും രാധികയ്ക്കും വീട്ടിൽ നിന്ന് അവിടെ എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വരുൺ, ഞാനിപ്പോൾ തന്നെ മോളെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറയാം. അങ്ങനെ ശ്യാമ ഫോണെടുത്ത് രാധികനെ അതിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ അവർ വരുന്നതും അത് ആകാംക്ഷയോടെ ഇരിക്കുമായിരിക്കും. ശ്യാമയുടെ കോള് കാണുന്നതും രാധിക വല്ലാതെ അങ്ങ് എക്സൈറ്റഡ് ആവുകയാണ്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുക. മോളെ എന്നുള്ള ശ്യാമയുടെ വിളിയിൽ രാധിക മനസ്സ് നിറഞ്ഞു പോകുവാണ് കേട്ടോ. അമ്മേ, മോളെ, എൻ്റെ മോളെ വിട്ട് അങ്ങനെ ഇപ്പോഴൊന്നും വരണ്ടെന്ന് ഭഗവാൻ കണ്ണൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആയുസ് വീണ്ടും കൂട്ടിത്തന്നത്. ഇനി ബാക്കിയുള്ള എൻ്റെ ആയുസ് മുഴുവൻ എൻ്റെ മോളുടെ കൂടെ ജീവിക്കാൻ, മോളുടെ സ്നേഹം അനുഭവിക്കാൻ. ഈ സമയം രാധിക ഫോൺ സ്പീക്കറിലിടുവാണ്. അങ്ങനെ ദേവനും യശോദയൊക്കെ അത് കേൾക്കുവാണ് കേട്ടോ. അന്നേരം ദേവൻ പറയുന്നുണ്ട്, മാഡം, സത്യം പറയാലോ ഒത്തിരി സന്തോഷമായി. ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുമായിരുന്നു. തിരുമേനി, ഞങ്ങൾ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. ഇവിടെ ആദിയൂരിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക്. രാധിക മോളോടും കൂടി അങ്ങോട്ട് വരുമെന്ന് ചോദിക്കാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. മോളും ആ ക്ഷേത്രത്തിലേക്ക് വരുമോ? മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ ഇനി മോളെ കാണുന്നത് ആ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കണമെന്ന് എനിക്ക് തോന്നി. മോൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? അതിനെന്താമ്പേ, എത്ര ദൂരത്താണെങ്കിലും ഞാൻ വരാം. അങ്ങനെയാണെങ്കിൽ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചിട്ട് മോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാ. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരി, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. അങ്ങനെ പറഞ്ഞ രാധിക ഫോൺ കട്ട് ചെയ്യുക. അച്ഛാ, അമ്മേ, ഞാൻ നേരത്തെ അമ്മയുടെ ഫോട്ടോ മാത്രമേ ഉണ്ടുള്ളൂ. ഇപ്പോഴാ അമ്മയുടെ ശബ്ദവും കേട്ടു. എനിക്ക് സന്തോഷമായി. ഇപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് പൂർണ്ണമായിട്ട് സ്വസ്ഥമായത്. ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ക്ഷേത്രത്തിലേക്ക് പോകണം. അതിനെന്താ മോളെ, വേഗം ചെന്നോ. കുറച്ച് ദൂരെയാണ് ആ ക്ഷേത്രം. സാരമില്ല. അമ്മയും മോളും ആദ്യമായിട്ട് ഒന്നിച്ചത് ക്ഷേത്രനടയിലെ ഭഗവാന്റെ മുമ്പിൽ വെച്ചല്ലേ. മോളമ്മയെ നേരിട്ട് അമ്മയെന്ന് വിളിക്കുന്നതും അവിടെ വെച്ചല്ലേ. അവിടെ വെച്ച് തന്നെയാണ് നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ടത്. ശ്യാമമരത്തിൻ്റെ ആ തീരുമാനം 100% ശരിയാണ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛാ. എനിക്കമ്മയെ കണ്ടുവിടുന്നായി. അങ്ങനെ പറഞ്ഞ് രാധിക വേഗം തന്നെ റെഡിയാവാനായിട്ട് ഓടുവാണ്. പിന്നീട് ജീപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിനെയും കൂട്ടരെയാണ് കാണിക്കുന്നത്. അപ്പോൾ എസ് ഐ ബെഞ്ചമിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അന്നേരം എസ് ഐ പറയണേ, അതെ, ആ വഴി കൂടി പോകാം. അല്ല സാർ, ആ വഴി കുറച്ച് റിസ്ക് അല്ലേ? കാട് പിടിച്ച സ്ഥലമല്ലേ? നമുക്ക് ഈ വഴി തന്നെ പോകാം. ആ വഴിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇല്ല സാർ, ഞാൻ രാവിലെ അതുവഴി വണ്ടി ഓടിച്ചതല്ലേ. അതെ, എസ് ഐ ആയ ഞാൻ പറയുന്നത് കേട്ടാൽ മതി താൻ എന്നും പറഞ്ഞ് വേറൊരു വഴി കൂടി വണ്ടി ഓടിക്കാൻ പറയുവാണ് കേട്ടോ. ഈ സമയം ബെഞ്ചമിനും കൂട്ടർ സന്തോഷമാകുവാണ്. സി ഐ ആണെങ്കിൽ ബെഞ്ചമിൻ്റെ ആളാണ്. അങ്ങനെ ബെഞ്ചമിനും കൂട്ടർക്കും സന്തോഷമാകുവാണ്. ബെഞ്ചമിൻ ബാക്കിലിരിക്കുന്ന രണ്ടുപേർക്കും സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേസമയം ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാധികനെ കാണിക്കുവാണ് കേട്ടോ. രാധികയുടെ പിന്നാലെ ചന്ദ്രശേഖരനും രാധികനെ കുറേ ദൂരം വണ്ടിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു സ്ഥലത്തെത്തുമ്പോൾ വേറൊരു വഴിയിലൂടെ കയറി പോകുവാണ്. ഇതേസമയം കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ബെഞ്ചമിൻ പറയണേ, സാറേ, ഇവന്മാർക്ക് രണ്ടുപേർക്കും യൂറിൻ പാസ് ചെയ്യണമെന്ന്. അങ്ങനെ എസ് ഐ വണ്ടി നിർത്താൻ പറയുവാണ്. അതെ, ഇവന്മാരെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടെങ്കിലും മാറ്റി നിർത്ത് എന്നും പറഞ്ഞ് കുറച്ചങ്ങോട്ട് നീങ്ങി കാടിൻ്റെ അങ്ങോട്ടേക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് വിടുവാണ്. ഈ സമയം അവർ 3 പേരും കൂടി ആ കോൺസ്റ്റബിൾ 2 പേരെയും അടിച്ചിട്ടിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം സി ഐ ജീപ്പിൽ നിന്നും ഇറങ്ങി അവന്മാരുടെ പിന്നാലെ ഓടി 3 പേരെയും വെടിവെച്ച് വീഴ്ത്തുവാണ്. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറയണേ, സാർ, അവന്മാർ ഈ കേസ് തെളിയിക്കാനുള്ള എവിഡൻസ് ആയിരുന്നില്ലേ? അവന്മാരെ കൊന്നു കളഞ്ഞത് കാരണം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലാതെ നമുക്ക് മുമ്പിൽ എന്ത് മാർഗം ഉണ്ടായി? നിങ്ങളും കണ്ടതല്ലേ അവർ നിങ്ങൾ ഉപദ്രവിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കിയത്. വെടിവെക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല. പോലീസ് ജീപ്പിൽ നിന്നും അതിക്രമം കാണിച്ച് രക്ഷപ്പെടാൻ നോക്കിയ പ്രതികളെ വെടിവെച്ച് കൊന്നു. അങ്ങനെ ആയിരിക്കണം വാർത്ത വരേണ്ടത്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അവർ ജീപ്പിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴായിരിക്കും ഡ്രൈവറായിരുന്ന ആ പോലീസുകാരെ തല്ലി ഒതുക്കിയിട്ട് ബെഞ്ചമിൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞതും കാണുന്നത്. അങ്ങനെ എസ് ഐ പറയണേ, അവൻ രക്ഷപ്പെട്ടു. എന്നാണെങ്കിലും കയ്യിൽ വിലം കൊണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അധിക ദൂരമൊന്നും അവന് പോകാൻ പറ്റില്ല. വേഗം സെർച്ച് ചെയ്യ് എന്നും പറഞ്ഞ് അവർ ബെഞ്ചമിനെ അന്വേഷിച്ച് നടക്കുവാണ്. ഈ സമയം ബെഞ്ചമിനാണെങ്കിൽ അവിടെ നിന്നും നേരെ ഓടി രക്ഷപ്പെട്ട് റോഡിൻ്റെ അവിടെ കാത്തു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരൻ വന്ന് ബെഞ്ചമിനെ കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. സാർ, ഇനിയൊന്നും കൊണ്ട് പേടിക്കാനില്ല. പോലീസുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ആ 3 പേരെയും എസ് ഐ നമുക്ക് പറഞ്ഞ വാക്കനുസരിച്ച് 3 പേരെയും വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇനി നമുക്കെതിരെ ഒരു തെളിവുകളുമില്ല. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അല്ലെങ്കിലും എന്നിലേക്ക് പോലീസ് കയറത്തില്ല. ബെഞ്ചമിനെ സൂക്ഷിക്കേണ്ടത്. ബെഞ്ചമിനെ വിദേശത്തേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. തൽക്കാലം ഇവിടെ സാറേ ഉണ്ടല്ലോ എന്തെങ്കിലും സഹായത്തിന്. ബെഞ്ചമിൻ്റെ സഹായം ആവശ്യമുള്ളപ്പോൾ കൃത്യസമയത്ത് ഞാൻ വിളിച്ചിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ ബാക്കിയുള്ളത് ആ ശ്യാമ അമൃതയുമാണ്. അവരെ നമ്മൾ കാലൻ്റെ പുസ്തകത്തിൽ നേരത്തെ തന്നെ ചേർക്കാൻ എഴുതി വെച്ചതല്ലേ. ഇത്തവണ നടന്നില്ല. പക്ഷേ അതിന് പറ്റിയ ആളെ ഞാൻ ഏർപ്പാട് ചെയ്ത് തരും സാർ. സാറിന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും.
പിന്നീട് കാണിക്കുന്നത് ആദിയൂർ ക്ഷേത്രത്തിലെത്തി രാധികയെ കാത്തു നിൽക്കുന്ന വരുണിനെയും ശ്യാമേനെയും അമൃതേനെയും സൂര്യനെയൊക്കെയാണ് കേട്ടോ. മോളിപ്പോൾ എത്തുമായിരിക്കുമല്ലേ വരുൺ? എത്താൻ സമയമായി. അവളെ കാണാനായിട്ട് കൊതിയാകുവാണ്. ഈ ഒരു സമയത്ത് തന്നെ ഓട്ടോയിൽ രാധിക അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ രാധിക സന്തോഷത്തോടെ ചാടിത്തുള്ളി ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് അമ്മയുടെ അരികിലേക്ക് നടക്കുമായിരിക്കും. ഈ സമയത്താണ് പെട്ടെന്ന് വരുണും കൂട്ടരും നിന്നിരുന്ന ആ ഒരു കാറുണ്ടല്ലോ, അതിനു ചുറ്റും 3-4 വണ്ടികൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാധികയും അതുപോലെ വരുണും ശ്യാമയും ഒക്കെ ഞെട്ടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം വരുണും സൂര്യയും ശ്യാമനെ അമൃതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാറിലേക്ക് അവർ കയറ്റുവാണ്. അന്നേരം അവർ റൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആ വണ്ടികളെല്ലാം നിർത്തി അതിൽ നിന്നും മാസ്ക് ധരിച്ച 10-15 ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ ഒരു കാഴ്ച കണ്ട് ഭയന്ന് ഞെട്ടിലോട് കൂടി നിൽക്കുവാണ് രാധികയും വരുണും ശ്യാമയും ഒക്കെ. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ്ടോ എപ്പിസോഡ് തീർന്നത്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്യാമക്കോ രാധികക്കോ അല്ലെങ്കിൽ ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ? ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് തന്നെ കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്